ഈ നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്തൊരു ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ കുടിക്കാൻ? അതും നമ്മൾ വീട്ടിൽ വലിയ വിലയൊന്നും ഇല്ലാണ്ടിരിക്കണ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനം കേട്ടോ. 2 കക്കിരി എടുത്തിട്ടുണ്ട്. കക്കിരി എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. വീട്ടിലിങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമുക്ക് ഈ ചൂട് സമയത്ത് ഇത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ശരീരത്തിന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ പണിയൊന്നുമില്ല. നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ പല രീതിയിലും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി ജ്യൂസാണ്, ഇഞ്ചിയുടെ നീരാണ്. അപ്പോൾ അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്താൽ മതി. പിന്നെ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് 3-4 പുതിനയില ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കക്കിരി എടുക്കുമ്പോൾ തന്നെ 1.5 നാരങ്ങ എടുത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നല്ലൊരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ, നല്ല രസം ഉണ്ടാവുള്ളൂ കുടിക്കാനായിട്ട്. അപ്പോൾ 1.5 നാരങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വിട്ടു പോകാതെ ചേർക്കേണ്ട വേറൊന്നാണ് 1/4 ടീസ്പൂൺ ഉപ്പ്. അത് നിർബന്ധമായിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് അതിൻ്റെ പീസസൊക്കെ വന്നിട്ടുണ്ടാവും. അത് അങ്ങനെ കുടിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി. അല്ലാതെ തന്നെ കുടിക്കുകയാണ് ഹെൽത്തിനും നല്ലത്. അപ്പോൾ നമുക്കിനി നേരെ ഇത് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് സെർവ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. ചുമ്മാ കക്കിരി കഴിക്കണ മാതിരിയൊന്നും അല്ല, നല്ല രസമാണ് കുടിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.